ടൂർണമെന്റിലെ പ്രകടനത്തിലേക്ക് നോക്കിയാലും ഇന്ത്യ തന്നെയാണ് മുന്നിൽ. തോറ്റത് സൂപ്പർ 8-ൽ ദക്ഷിണാഫ്രിക്കയോട് മാത്രം. ഇംഗ്ലണ്ട് തോൽവി അറിഞ്ഞത് വിൻഡീസിനോട് മാത്രമാണെങ്കിലും നേപ്പാൾ അടക്കമുള്ള ടീമുകളോട് ക്ലോസ് ഫൈറ്റ് നേരിടേണ്ടി വന്നു. അതേസമയം ബാറ്റിംഗിൽ പല താരങ്ങളുടെയും ഇൻകൺസിസ്റ്റൻസി ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. 8ഓളം വരുന്ന ബാറ്റിംഗ് ഡെപ്തിൽ ഫോം ആകുന്നത് 3 പേരൊക്കെയാണ്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി ബൌളിംഗിൽ വരുൺ ചക്രവർത്തി റൺസ് വിട്ടുകൊടുക്കുന്നുണ്ട്. ബുംറ മിനിമം പെർഫോമൻസ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും മിഡിൽ ഓവർ വെല്ലുവിളിയാണ്. ഫീൽഡിംഗിലെ പിഴവ് വലിയ ബാലികേറ മലയാണ്. വിൻഡീസിനെതിരായ മത്സരത്തിൽ 3 ക്യാച്ചുകളും 1 റൺഔട്ട് ചാൻസുമാണ് ഇന്ത്യ വിട്ടുകളഞ്ഞത്. ആദിൽ റഷീദും ലിയാം ഡാവ്സണും വിൽ ജാക്സും ഉൾപ്പെട്ട സ്പിൻ കെണിയെ ഇന്ത്യ ഭയക്കേണ്ടി വരും. അസാധ്യ ഓൾറൗണ്ടർ മികവ് തുടരുന്ന ജാക്സ് ഇതിനകം 4 മത്സരങ്ങളിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആയി കഴിഞ്ഞു. ജോസ് ബട്ട്ലറുടെ ഫോം ഔട്ടാണ് ബാറ്റിംഗിൽ ഇംഗ്ലണ്ടിന്റെ വെല്ലുവിളി. നായകൻ ഹാരി ബ്രൂക്ക് ഒറ്റക്ക് മത്സരം ജയിപ്പിക്കാൻ കഴിവുള്ളയാളാണെന്ന് തെളിയിച്ചതാണ്. ഏതായാലും 2024 തോൽവിക്ക് ഇംഗ്ലണ്ട് പകരം ചോദിക്കുമോ അതോ 2024 ആവർത്തിക്കുമോ? കണ്ടറിയാം.